ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്റെ ചാനലിൽ അധികപക്ഷം ആൾക്കാർക്ക് അറിയാം ഞാൻ ജോർദാനിൽ പോയിട്ടുള്ള കാര്യം. അപ്പൊ ആ ജോർദാൻ ട്രിപ്പിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഫാൻ ബേസ് കൂടിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കവേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് അതിനുശേഷം കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്സ് ഒക്കെയാണ്. അപ്പൊ ഇത് തന്ന ആൾക്കാരൊക്കെ ജോർദാൻ വിഷയം എന്നോട് സംസാരിച്ചപ്പം ഇത് ഈ ഒരു സാധനം തന്ന ആൾ എന്നോട് പറഞ്ഞത് ജോർദാൻ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അതിനുശേഷം പിന്നെ ട്രാവൽ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നതൊക്കെ. ട്രാവൽ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എസ്പെഷ്യലി ഞാൻ ട്രാവലൊക്കെ പോകുന്ന വീഡിയോസ് ഒക്കെ കാണലുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. അതെന്തോ ആ ഒരു ഇൻസിഡന്റിന് ശേഷം നിന്ന് പോയി. ഈ ഒരു സാധനം ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ യൂട്യൂബിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപകാരപ്പെടട്ടെ എന്നും പറഞ്ഞിട്ടാണ് എനിക്കിത് തന്നത്. ഇത് എന്താണെന്നും എനിക്ക് അറിയത്തില്ല. ആൻഡ് അത് ഓപ്പൺ ചെയ്തതിന് മുന്നേ ഞാൻ ഈ ഒരു ബാഗ് ഓപ്പൺ ചെയ്യുകയാണ്. കാരണം ഇത് എനിക്ക് കിട്ടിയിട്ട് ഏകദേശം 1 മന്ത് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതല്ലാണ്ട് ഫുൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ആ സമയങ്ങളിലൊക്കെ ഞാൻ കുറച്ച് മെന്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഈ പറഞ്ഞത് എനിക്കൊരു കുറെ വർഷങ്ങളായിട്ട് എന്നെ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള എന്റെ ഒരു ഫാൻ തന്നിട്ടുള്ളതാണ്. അപ്പൊ എനിക്കൊക്കെ ഒരു ഫാൻ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ ആ ഇഷ്ടത്തിന്റെ പുറമെ നമ്മളെ കാണാൻ ആഗ്രഹിക്കും, നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും പ്രസൻസ് ഒക്കെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. ഞാൻ ആദ്യം ഇത് ഓപ്പൺ ചെയ്യാം. ഇതുവരെയ്ക്കും ഓപ്പൺ ചെയ്യാത്തതിൽ എനിക്ക് തന്നെ വിഷമമുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഈ ആൽഡോന്റെ ഒരു സാധനം കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ വാങ്ങിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞു അത് ഞാൻ വഴിയെ പറയാന്നുള്ളത്. അപ്പൊ അത് ഇതായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് അൺബോക്സ് ചെയ്യുന്നത്. ജസ്റ്റ് അവർ തന്നപ്പോ നോക്കിയെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ആദ്യം ഇത് കണ്ടത്. കണ്ടോ, ഈ കവർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയല്ലോ, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇത്രയും ഞാൻ അന്നേരം ഒരാൾ ഒരു സാധനം തന്നതല്ലേ, അതെന്താന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കണ്ടെന്നേ ഉള്ളൂ. ഇത് ഫുൾ ലുക്ക് എന്താന്നുള്ളതാ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ കാണുന്നേ. ഒരു ബാഗാണ് കേട്ടോ. എനിക്ക് ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് അധികപക്ഷം ബാഗ് വാങ്ങിക്കാറ്. ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കവറിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ടർഫ്ലൈസ് ഉണ്ട് ഗൈസ്. ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇരിക്കുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലും വെച്ച് പറക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് എന്താണെന്നറിയില്ല, ഈ ബട്ടർഫ്ലൈസ് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ റിംഗ് ലൈറ്റിന് എന്തോ പറ്റി ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഈ ലൈറ്റിന്റെ എഫക്ട്സ് മാറുമ്പോൾ നിങ്ങളൊരു ഡീറ്റേ എഫക്റ്റ് ആയിട്ട് മാത്രം ഇതിനെ കാണണം. ഞാൻ അത് ചെയ്തല്ല, ഫുള്ള് പണിയാണ്. ഇതിനകത്ത് വേസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ എടുത്ത് കളയണം. അങ്ങനെ ബൾക്കി ആയിട്ട് കാണിക്കാണ്ട് ഒരു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കൊണ്ടടക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഭയങ്കര ക്യൂട്ടല്ലേ. ലൈറ്റിന്റെ എഫക്റ്റ് മാറുമ്പോൾ ഇതിന്റെ കളറും ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ സൈഡായിട്ട് യൂസ് ആകും, അങ്ങനെ കയ്യിലും കൊണ്ട് നടക്കാം. ഇത് കൊള്ളാം. അപ്പൊ ഇതിന്റെ ഈ ഒരു സാധനം ജസ്റ്റ് ഞാൻ ബാക്കിലൊരു ചെറിയ ഒരു റോ ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ വെക്കുന്നത് തുറന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ പോയിന്റ്സ് ഒക്കെ വെക്കാം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഇത്ര ഒരു അമ്മച്ചീന്റെ ലിപ്സ്റ്റിക്ക് സിബൊക്കെയുള്ള റോയാണ് കേട്ടോ. സൂപ്പർ കൊള്ളാം. തന്ന ആളെടുത്ത് എനിക്ക് അന്നേരം ഞാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ 1 മന്ത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ആള് കാണുന്നുണ്ടാവും, കാരണം ആളെല്ലാം കാണുന്ന ആളാ. താങ്ക് യു സോ മച്ച്. ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ലാസ്റ്റ് ടൈം ദുബായ് മാളിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് എടുക്കുമ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് വേറൊരു സംഭവം പറയാനുണ്ട് എന്നുള്ളത്. ഈ ഒരു ചെരുപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് കാണുന്ന നടക്കുന്നല്ല കേട്ടോ, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെരുപ്പാണ്. ഇത് 350 റംസ്, ഏകദേശം നാട്ടിലെ 8,000 രൂപ വിലയുള്ള ഒരു ചെരുപ്പാണ്. ഇതിന്റെ കണ്ടിട്ടിനാൽ അതൊന്നും പറയത്തില്ലായിരിക്കും, ബട്ട് എന്നാൽ അത്രയും റേറ്റ് ഒക്കെ ഉണ്ട്. ഇനി നിങ്ങൾ ഈ ബാഗ് കാണണം കേട്ടോ. കണ്ടോ, ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി ഞാൻ എന്തുകൊണ്ട് ചെരുപ്പെടുക്കുമ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം പറയണേ, ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞ എന്തുവാ ഇത്. ഇതാണ് കേട്ടോ. ഇനി ഈ ബാഗ് ഇടുമ്പോ ഈ ചെരുപ്പ് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി മെയിൻ ആയിട്ട് കാണിക്കാനുള്ളത് ഈ ഒരു ബാഗാണ്. ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഏകദേശം 1 വീക്കായി ഞാനും എന്റെ 2 ഫ്രണ്ട്സുമായിട്ട് ദുബായിൽ പോയ സമയത്ത്, ഞാൻ ഷാർജയിലാണല്ലോ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ദുബായ് ഞങ്ങൾ പോയ സമയത്ത് അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഒരാള് എന്റെ അടുത്ത് വന്നിട്ട് ജനല്ലേ എന്ന് പറഞ്ഞിട്ട്, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ജോർദാനിലെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ ട്രാവൽ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഒരുപാട് ട്രാവൽ ഒക്കെ ചെയ്യണം. അത് ട്രാവൽ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് ഇറങ്ങണം. ഭയങ്കരമായിട്ട് എന്നെ ആശ്വസിപ്പിച്ചിട്ട് എന്തോ പറയാൻ വേണ്ടിട്ട്, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രാവലിന് ശേഷം, ആ ഒരു യാത്രയ്ക്ക് ശേഷം എനിക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഒരു പേടിയാണ് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ തീരുമാനം എടുത്തതാണ് ഒറ്റയ്ക്ക് പോകത്തില്ല എന്ന്. അങ്ങനെ തന്നെ ആയിരിക്കും. ഒറ്റയ്ക്ക് പോകാനൊരു ധൈര്യം ഇല്ല. ഭയങ്കര വെയിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എനിക്ക് അറിയാൻ പാടില്ല. ഇതിനകത്ത് ക്യാമറയുടെ പോലത്തെ എന്തോ സാധനം, ക്യാമറ ആണോ എനിക്ക് അറിയത്തില്ല.
ബാറ്ററിയും എന്തെല്ലാം ഉണ്ട്. ഇനിയിപ്പം ക്യാമറന്റെ അങ്ങനത്തെ സെറ്റപ്പ് സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇതിലൊന്നും ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. തന്ന ആള് എനിക്ക് പരിചയമുള്ള ഒരാളൊന്നുമല്ല, സഡൻലി കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നതാണ്. കുറച്ചു നേരം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചു. അപ്പം ആള് എന്റെ യൂട്യൂബ് കുറച്ചുകൂടെ ഒന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട് അന്നേരം അയാൾ എന്നോട് പറഞ്ഞു, കുറച്ചു നേരമായിട്ട് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ തന്നെ ചെന്ന് പോയി വാങ്ങിച്ച സാധനമാണ്, ഉപകാരപ്പെടും എന്ന് പറഞ്ഞ്. അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓൾറെഡി DJ ക്യാമറ കാര്യങ്ങളൊക്കെ ഉള്ളത്, അതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെയാണ് ആപ്പിളിന്റെ എന്തോ What the? എനിക്ക് വയ്യ, ഞാൻ ചാവും. ഈ സാധനം ഇങ്ങനെ, ഓ മൈ ഗോഡ്, സാറ്റിസ്ഫാക്ഷൻ ലെവൽ പീക്കിൽ നിൽക്കാണ്. ഫോണിന് നമ്മള് ഐഫോണിന്റെ ഫോണിന് നമ്മൾ ഇങ്ങനെയാണ് പൊട്ടിച്ചെടുക്കുന്നുള്ളത്. കേടാ, ഇറ്റ്സ് എ ലാപ്ടോപ്പ്. ബാക്ക് ബുക്കടാ. എനിക്കിതിന്റെ ആവശ്യമില്ല. എനിക്ക് ലാപ്ടോപ്പിന്റെ ഉപയോഗമേ ഇല്ല. എന്റെ എഡിറ്റിങ്ങും എന്റെ കാര്യങ്ങളും എല്ലാം ഫോണിലാണ്. മൈ ഗോഡ്. Guys, look at this, look at this. എനിക്ക് ഭ്രാന്തളനി. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. എനിക്ക് ഫോണൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ലാപ്ടോപ്പ് ആദ്യമായിട്ട് കിട്ടുന്നത്. എനിക്കൊരു ലാപ്ടോപ്പ് നാട്ടിലുണ്ട്, ഞാൻ അതുപോലെ ഉപയോഗിക്കാറില്ല. എനിക്ക് ലാപ്ടോപ്പിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. എനിക്ക് എന്തിനാ ലാപ്ടോപ്പ്? എന്റെ എല്ലാ കളികളും ഞാൻ മൊബൈലിലാണ് ചെയ്യുന്നത്. എനിക്ക് ലാപ്ടോപ്പിന്റെ ആവശ്യമില്ല. ഗേസ്, ഇതിന്റെ വിരലുകൾക്ക് പടിയായിരിക്കും. ആക്ച്വലി ഞാനിതിപ്പോ ഓപ്പൺ ആക്കുന്നില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു സാധനമാണെന്ന് അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. എനിക്ക് ഇതാണെന്ന് അറിഞ്ഞിങ്ങനെ ഇത്ര ദിവസം ഇവിടെ പൂഴ്ത്തി വെച്ചിരിക്കൂലായിരുന്നു. ഫാനിടാ, ഇങ്ങനെയുള്ള ഫാനുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേരം ഞാൻ ആ വ്യക്തിന്റെ അടുത്ത് കുറച്ചധികം നേരം സംസാരിച്ചാണ്. എന്റെ തകർച്ച അല്ലെങ്കിൽ എന്റെ വിഷമം, എന്റെ മോശം ഘട്ടത്തില് ഒരാൾ തിരിച്ചറിഞ്ഞിട്ട് എന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ഭാവിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു സാധനം ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് നീ ഇങ്ങനെ ഒരു സാധനം ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഇത് എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചിട്ട് യൂസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇതുവഴി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. കുറച്ചുകൂടെ എളുപ്പമാണ്. എല്ലാവരും പറയുന്നുണ്ട് സിസ്റ്റത്തിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ കുറെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എഡിറ്റിങ്ങും അല്ലെങ്കിൽ കുറച്ച് എല്ലാ കാര്യങ്ങളും സ്പീഡായിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പിങ്കിഷ് ഗ്ലോസി കളറാണ്, എനിക്ക് ഇഷ്ടമായി. പിന്നെ ലൈറ്റ് വെയിറ്റും ആണ്. ഒരു ടാബ്ലറ്റിന്റെ അത്രേ തന്നെ വലിപ്പമുള്ളൂ. ഇറ്റ്സ് എ മാക്ബുക്ക് നിയോ. നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. 256 സ്റ്റോറേജ് ഉണ്ട്. 13 ഇഞ്ചാണ് മാക്ബുക്ക് നിയോ. ലേറ്റസ്റ്റ് വേർഷൻ ആണ്. കൊള്ളാം. ഐഫോണിന്റെ പോലത്തെ ചാർജർ എവിടെ നിന്നാണ് വീണെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് വരയ്ക്ക് എന്ത് കിട്ടിയതിനേക്കാളും ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് ലാപ്ടോപ്പിലുള്ള കളികൾ വളരെ കുറവാണ്. ഇനിയിപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ചാനൽ ഇതിൽ ലിങ്ക് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ നോക്കാം. പിന്നെ വീഡിയോ എഡിറ്റിങ്ങും കഴിവതും ഇതിനകത്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പഠിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ജോർദാന്റെ ഇഷ്യൂ എന്നെ ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞു, തളർത്തി കളഞ്ഞു. എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ തന്നെ
എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെ എത്തണം, ഇങ്ങനെയൊക്കെ ആവണം, അങ്ങനെയുള്ളൊരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ് പോയ ഒരാളാണ്. പക്ഷെ ആ എന്നെയാണ് നിങ്ങളെല്ലാം ഏറിക്കയറ്റി ഒരു കാര്യവുമില്ല. ബാധിച്ചില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല രീതിക്ക് ബാധിച്ചു. ഈ ഇടയായിട്ട് കുറച്ച് വ്ളോഗ്സിലൊക്കെ ഞാൻ ജോർദാൻ ഇഷ്യൂ എടുത്ത് ഇടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ തന്നെ അതൊരു നോർമൽ വിഷയമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിൽ ഈ വീഡിയോയിലും ആ വിഷയം എടുത്ത് കയറ്റിയിട്ട് അത് കാരണമാണെന്ന് പറഞ്ഞത്. എനിക്ക് തന്ന ആൾക്കാർ എന്നോട് പറഞ്ഞത് ഭയങ്കര അവർക്ക് വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ബാഗ് തന്ന ആൾ എന്നോട് പറഞ്ഞത് ആൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ആൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണണമെന്ന് ഇങ്ങനെ വെച്ചിട്ട് കുറെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് എന്നെ കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നൊരു സംഭവമാണ്. അതുപോലെ ഈ ലാപ്ടോപ്പ് തന്ന ആൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് യാത്രകളൊന്നും നിർത്തരുത്, വീഡിയോസും വ്ളോഗ്സും ഒക്കെ കാണാറുണ്ട്, എല്ലാത്തിലും ആക്റ്റീവ് ആയിരിക്കണം, എസ്പെഷ്യലി യൂട്യൂബിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. നല്ലൊരു ഭാവിയുണ്ട്, പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുന്നുണ്ട്, പക്ഷെ വീഡിയോസ് വരുന്നില്ല. അപ്പം ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞ് തന്ന, പക്ഷെ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഇതാണ് തന്നെന്നുള്ള എനിക്ക് അറിയാമെങ്കിൽ ഞാൻ അന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്യുമായിരുന്നു. പക്ഷെ ആ ആളെടുത്ത് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്, എനിക്ക് അത് തന്നതിൽ, ഈ ലാപ്ടോപ്പ് തന്നതിൽ. ഇനിയും നമുക്ക് പുതിയൊരു ആപ്പിൾ ഫാമിലിയിൽ ഒരാളും കൂടെ നമ്മുടെ ലൈഫിലോട്ട് വന്നിട്ടുണ്ട്. ഇനി എന്റെ ഉറക്കവും കൂടെ എല്ലാം ഇതിലായിരിക്കും. എനിക്ക് ഇത് തുറക്കുന്നത് വരെ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഈ സാധനമാണ് എന്നുള്ളത്. ഞാൻ വിചാരിച്ചു മറ്റേ ഇതില്ലേ, എന്റെ കയ്യില് ജോർദാന്റെ വ്ളോഗ് എടുത്തിട്ടുള്ള ഒരു DJ ക്യാമറ ഇല്ലേ, അതുപോലത്തെ എന്തൊരു സെറ്റപ്പ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ലേപ്പിഡോപ്പിഡാണെന്നുള്ള ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പൂക്കി കളറാണിത്. ലേഡീസ് ഒക്കെ അധികം ഇങ്ങനെ കളർ ബേസിക് അല്ലേ യൂസ് ആക്കുന്നത്. ഇത് ഓൺ ആയിരിക്കണം, ഞാൻ ഓഫ് ചെയ്യട്ടെ. സംസാര ജാഗ നീളിച്ചു കൊണ്ടുപോകുന്നതാണ്. ഒരു ഭയങ്കര ഡസ്റ്റ് അലർജിയാണ്. വീട് ഒന്ന് തല കീഴായിട്ടിടണം, ഒന്ന് ക്ലീൻ ആക്കണം. കുറച്ച് നാളായി വീട് ക്ലീൻ ആക്കലൊക്കെ ഉണ്ട്, ഞാൻ ജസ്റ്റ് അടിച്ചു വരലൊക്കെ ഉണ്ട്. പക്ഷെ കാർപ്പറ്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട്, പിന്നെ അറിയാലോ ഇവിടെ എനിക്കൊരു ജോയുണ്ട്, ഒരു പൂച്ചയുണ്ട്. അവനാണെങ്കിൽ ഇപ്പൊ കുറച്ച് നാളായപ്പോഴത്തേക്കും അവന്റെ ഹെയർ ഒക്കെ കൂടി. അപ്പൊ അത് എനിക്ക് ക്ലീൻ ആക്കാത്തത് കൊണ്ട് ഡസ്റ്റ് അലർജി വന്നു. പിന്നെ സൗണ്ട് ഉണ്ടല്ലേ പെട്ടെന്ന് മാറിയത്. ഒരു 10-15 മിനിറ്റ് തുമ്മിയതിനു ശേഷമാണ് കേട്ടോ ഞാൻ ഈ ടേക്ക് എടുക്കുന്നത്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് കുറെ പറയാനൊക്കെ ഉണ്ട്, നമുക്ക് ഇന്നും സംസാരിക്കാൻ സമയമുണ്ട്, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാം. അല്ലെങ്കിൽ ഞാൻ ചില വിഷയങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു വ്ളോഗായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിന് ഞാൻ റിക്കവർ ആയിട്ട് വരുമ്പോൾ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവുക. ഇപ്പൊ ഞാൻ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഗിവ് അവേ കാര്യങ്ങളൊക്കെ ഒത്തിരി വരുന്നുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഒരു 5-6 ഗിവ് അവേയും കൂടെ നിങ്ങൾ നിരന്ന് ഇരിപ്പുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഞാൻ എടുത്തിടുന്ന സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ സബ്സ്ക്രൈബ് വീഡിയോയിൽ മാത്രം കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ലാപ്ടോപ്പ് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാ വീഡിയോസിലും നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെയും കൂടെ നോക്കിയിട്ട് എനിക്ക് വിജയിനെ അനൗൺസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇത് തള്ളി മറിച്ചിടുമെന്ന് തോന്നുന്നു തലയിൽ കൂടെ. ഇങ്ങനെയൊക്കെയാണ് ഗൈസ്, നമ്മളൊരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ അപ്പുറത്ത് ആൾക്കാർ ഓളി ഇട്ടവരെ നമുക്ക് കേൾക്കും. കണ്ടോ അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, അപ്പൊ നമ്മളെ വീട്ടിൽ അത് കേൾക്കും. അപ്പോൾ ആ ഡിസ്റ്റർബൻസ് നോക്കി ഞാൻ തരുന്നില്ല, ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ ഇനി പറക്കിയെടുത്ത് അങ്ങോട്ട് വയ്ക്കണം. പണി അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നതിന് ശേഷമുള്ള സെറ്റപ്പ്. ഓ ഇതുണ്ടോ നോക്കിക്കേ, ഫുള്ള് ചവറാന്ന്. കണ്ടോ, ഫുള്ള് ചവറാന്ന് ഇവിടെയൊക്കെ. ഇനി ഇതൊക്കെ ഇനി ഞാനിതിരുന്ന് ക്ലീൻ ആക്കണം. അപ്പൊ ടാറ്റ ഗൈസ്, അടുത്തൊരു വ്ളോഗിൽ നമുക്ക് കണ്ടുമുട്ടാം. ഞാന് ഇതിന്ന് 10 പൈസ വന്നിട്ട് വേണം എനിക്കിനി പുതിയ റിംഗ് ലൈറ്റ് ഒക്കെ വാങ്ങിക്കാൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫുള്ള് വാച്ച് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം.